ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രേവതിക്ക് വേണ്ടിയിട്ട് പുതിയ കട ആരംഭിച്ചു കൊടുക്കേണ്ട സച്ചി അതിന് ചന്ദ്രമതിയുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. അത് ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ചന്ദ്രമതി ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഇങ്ങനെ നടക്കുന്നതായിട്ടുള്ള രംഗം വരെയായിരുന്നു. ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. വർഷ റൂമിലേക്ക് വരികയാണ് കേട്ടോ. അവിടെ വെച്ചിട്ട് സച്ചി കൊടുത്തിരിക്കുന്ന ആ കവർ പൊട്ടിച്ചു നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രീകാന്ത് വരുന്നുണ്ട്. എന്നിട്ട് സച്ചിയേട്ടൻ എല്ലാവർക്കും ടിഫിൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നീ എന്താ കഴിക്കുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴെങ്കിലും നിനക്ക് സച്ചിയേട്ടന്റെ സ്വഭാവം എന്താന്നുള്ള കാര്യം നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. നിന്നെ തന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ട് കട ഉദ്ഘാടനം ചെയ്തില്ലേ? ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ വർഷ പറയുന്നത്, നിന്റെ ചേട്ടൻ എന്ത് രീതിയിൽ ഉള്ള ആളാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, നിനക്കാണ് അറിയാത്തത്. ഇന്നലെ ഞാൻ രേവതി ചേച്ചിക്ക് 2000 രൂപ കൊടുത്തില്ലേ, അത് സർബ എനിക്ക് തിരികെ പണം തന്നിരിക്കുകയാണ്. അതുപോരാത്തതിന് ഞാൻ 2000 കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 500 രൂപ കൂട്ടി വെച്ചിട്ട് നിന്നേക്കാൾ കൂടുതൽ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം നിന്റെ ചേട്ടൻ കാണിച്ചു. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നത്, അത് സച്ചേട്ടൻ സാധാരണ രീതിയിൽ ചെയ്തു, നീ എന്തിനാ അതിന് വേറെ അർത്ഥം കാണുന്നത്? അത് തന്നെയാണ് സത്യം. ഇതില് ഇരിക്കുന്നത് ക്യാഷ് അല്ല, നിന്റെ ചേട്ടന്റെ ഈഗോ ആണ്. സച്ചേട്ടൻ എന്തിനാ നിന്നോട് ഈഗോ കാണിക്കുന്നെന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ, ഇത്രയും നാള് രേവതി ചേച്ചിന്റെ മേലെ അധികാരം കാണിച്ചുകൊണ്ട് നടക്കുമായിരുന്നല്ലോ, രേവതി ചേച്ചിയെ കൺട്രോൾ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. പക്ഷെ ഇപ്പൊ ഒരാൾ ചോദിക്കാനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായപ്പോ സച്ചേട്ടൻ അത് ഈഗോ ആയി. രേവതി ചേച്ചിന്റെ ചെലവുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പണം കൊടുത്തത്, ചേച്ചിയുടെ കയ്യിൽ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേച്ചി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അങ്ങനെ സ്വന്തമായിട്ട് പണം ഉണ്ടാക്കിയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരാളുടെ കൂടെ നിൽക്കണോ എന്നുള്ള കാര്യം നിങ്ങളുടെ ചേച്ചി ചിന്തിക്കും. അതാണ് സച്ചിയേട്ടന്റെ ഈഗോ ആയത്. ഇത് കേൾക്കുമ്പോൾ ശരിക്കും ശ്രീകാന്ത് ചിരിക്കാനുണ്ട് ചെയ്യുന്നത്. നീ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് സച്ചിയേട്ടനെങ്കിൽ പിന്നെ എന്തിനാ ചേച്ചി ഈ കട തുറന്നു വെച്ചു കൊടുത്തത്? അമ്മ അന്ന് ചേച്ചിയെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു, ഒന്നിനും കൊള്ളില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞത് സച്ചിയേട്ടൻ ഒരുപാട് വിഷമായി. അങ്ങനെ രേവതി ചേച്ചിക്ക് എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും വേണമെന്ന് വിചാരിച്ചിട്ടാണ് സച്ചിയേട്ടൻ അങ്ങനെ കട ഓപ്പണാക്കി കൊടുത്തിരിക്കുന്നത്. ശ്രീകാന്ത്, നീ ശരിക്കും ഒരു പാവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. നിന്റെ ചേട്ടനൊന്നും രേവതി ചേച്ചിയുടെ അഭിമാനം കാക്കാൻ വേണ്ടിയിട്ടല്ല സ്വന്തമായിട്ട് കട വെച്ചു കൊടുത്തത്. പിന്നെ എന്തിനാന്ന് ചോദിക്കുകയാണെ ശ്രീകാന്ത്, ഞാന് രേവതിക്ക് പണം കൊടുക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സച്ചിയുടെ വാക്ക് രേവതി കേൾക്കില്ല എന്നുള്ള ഭയം കൊണ്ടാണെന്നൊക്കെയാണ് നമ്മുടെ വർഷ പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കട ആരംഭിച്ചു കൊടുത്തത്. എന്തായാലും രേവതി ചേച്ചി ഇപ്പോഴും ഒരു സ്ലേവിനെ പോലെ തന്നെയാണ് സച്ചിയേട്ടന്റെ അരികിൽ നിൽക്കുന്നത്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ള കാര്യം ചോദിക്കുകയാണ് ശ്രീകാന്ത്. കട വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടിയ പണം കൂടി ഉപയോഗിച്ചിട്ട് സച്ചിയേട്ടന് പോയി കുടിക്കാമെന്ന് കരുതുന്നുണ്ടാകും. രേവതി ചേച്ചി വീട്ടിൽ ജോലിയും ചെയ്യണം, അത് പോരാത്തതിന് ഇപ്പൊ പുറത്തുള്ള കടയിലും സമ്പാദിച്ചിട്ട് ഏട്ടന് ജോലി ചെയ്ത് കൊടുക്കണം. നോക്കിക്കോ, അധികം വൈകാതെ തന്നെ സച്ചിയേട്ടൻ കാർ ഓടിക്കലൊക്കെ നിർത്തിയിട്ട് രേവതി ചേച്ചിയുടെ പണം ഉപയോഗിച്ചിട്ട് ചുറ്റിക്കറങ്ങും എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോഴേക്കും ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ നീ ഈ സീരിയലിൽ അതിലൊക്കെ ഡബ് ചെയ്തിട്ട് നിന്റെ പോയിന്റ് ഓഫ് വ്യൂ തന്നെ മാറി, നീ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാവരെയും നീ സംശയത്തോട് കൂടിയിട്ടാണ് കാണുന്നത്. സച്ചിയുടെ നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് രവി ചേച്ചിക്ക് കട വെച്ചു കൊടുത്തിരിക്കുന്നത്. അതിന് നീയും കാരണമാണെന്നുള്ള കാര്യം പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, അതെ, എന്നോടുള്ള ഈഗോന്റെ പുറത്താണല്ലോ ഇപ്പൊ കട വെച്ചിരിക്കുന്നത്. അതുകൊണ്ടൊന്നുമല്ല, നീ പണം കൊടുത്തത് എനിക്ക് തന്നെ ഇഷ്ടമായിട്ടില്ല, അതുകൊണ്ട് സച്ചിയേട്ടനും ദേഷ്യം വന്നിട്ടുണ്ടാവും. ആ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് രേവതി ചേച്ചിക്ക് സച്ചിയേട്ടൻ കട ആരംഭിച്ചു കൊടുത്തിരിക്കുന്നത്. അത് ഒരു നല്ല കാര്യം തന്നെയാണ്. നീ കാരണം ഒരു നല്ല കാര്യം സംഭവിച്ചു. നീ എന്താ മനസ്സിലാക്കാത്തത് ശ്രീകാന്ത്? എനിക്ക് പണം തന്നിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്തു എന്നുള്ള കാര്യം പറയുമ്പോൾ നീ അത് ഇത്ര വലുതാക്കി കാണേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഷൗട്ട് ചെയ്യാണ് കേട്ടോ ശ്രീകാന്ത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നുണ്ട്. എന്താണ് ശ്രീകാന്ത് നീ ഇത്രയും ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നത്? അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ആന്റി, ഈ പണം നിങ്ങളുടെ മകൻ ഞാൻ രേവതി ചേച്ചിക്ക് കൊടുത്ത പണത്തിന് പകരമായിട്ട് എന്റെ മുഖത്തടിച്ചതുപോലെയാണ് തന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ശ്രീകാന്തിന് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അത് വിട്ടേക്ക്, അവൻ അങ്ങനെയാണ്, എനിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവൻ ചെയ്തത് നീ അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. ഇതുകൊണ്ടാണ് നീ രേവതിക്ക് പണം കൊടുക്കരുതെന്ന് പറഞ്ഞത്. നിന്റെ കാശ് നിനക്ക് തിരികെ കിട്ടി, അങ്ങനെ വിചാരിച്ചോ എന്നുള്ള കാര്യം പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, എനിക്ക് കാശ് എന്ന് പറയുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ല ആന്റി. എന്നാൽ ഇതുവരെ ആരും എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല. അവന്റെ ബുദ്ധി അങ്ങനെയാണ്. അതുപോലെ തന്നെ അവളാണെങ്കിൽ അവന്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് അവനെ. അല്ലെങ്കിൽ തന്നെ കുറച്ച് ഇളക്കം കൂടുതലാണ്. ഇനിയിപ്പോ കടയും കൂടി തുറന്നു വെച്ചു എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അതമ്മേ നല്ലൊരു കാര്യമല്ലേ, ഒന്ന് പോടാ അവിടുന്ന്. വീട്ടിന്റെ പടിക്കൽ തന്നെ കട വെച്ചിരിക്കുകയാണ്, 4 ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാ? മാനം കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്ന് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ വീട്ടില് 2 വലിയ വീട്ടിൽ നിന്ന് വന്ന മരുമക്കളുണ്ട്. അവളാണെന്നുണ്ടെങ്കിൽ പടിക്കൽ തന്നെ
കട വെച്ചിട്ടിരിക്കുകയാണ്. ഇതൊക്കെ നമുക്കല്ലേ നാണക്കേട്. നാളെ ഒരുപക്ഷെ ശ്രുതിയുടെ അച്ഛൻ വരും മലേഷ്യയിൽ നിന്ന്, അതുപോലെ തന്നെ വർഷയുടെ അമ്മയൊക്കെ വരും. ആ സമയത്ത് എന്താ വിചാരിക്കുക? അവരെന്ത് വിചാരിക്കാനാണ് അമ്മ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ പൂ വിൽക്കുന്ന കുടുംബം എന്നുള്ള കാര്യം വിചാരിക്കും. ഉടനെ തന്നെ ഇതിനൊരു വഴി കാണണം. എന്തായാലും വർഷമോളെ നീ നിന്റെ മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അവിടുന്ന് പോവാണേ. തുടർന്ന് നമ്മൾ രേവതിനാണ് കാണിക്കുന്നത്. രേവതി ആ പൂക്കടയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്ത് ദേവ് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി നോക്കുന്നത് എന്നുള്ള കാര്യം. അല്ല, ഇന്നലെ രാത്രി വരെ ഞാൻ വിചാരിച്ചത് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള കാര്യമാണ്. ഇനിയിപ്പോ 4 ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് എനിക്ക് പറയാലോ ഞാൻ സ്വന്തമായിട്ട് പൂക്കട നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം അഭിമാനത്തോടു കൂടി തന്നെ. തുടർന്ന് ലക്ഷ്മി പറയുന്നുണ്ട്, സച്ചി എല്ലാ കാര്യങ്ങളും പറഞ്ഞു, നീ ജോലി ചെയ്തതിന് ആ വർഷം നിനക്ക് പണം തന്നല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവും എന്താ ചേച്ചി ആ വർഷം നല്ലവളെന്ന് വിചാരിച്ചപ്പോൾ അവിടെ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശരത്ത് ദേവുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീയല്ലേ ആ കല്യാണം നടത്തി കൊടുത്തത് എന്നുള്ള കാര്യം. തുടർന്ന് ശരത്തിൻ്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ വേണ്ടി പറയാണ്. ആ ചന്ദ്ര ചേച്ചി എങ്ങാനും കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞിട്ടായിരിക്കും നമ്മളെ കുറ്റപ്പെടുത്തുന്നത്. എന്തായാലും ചേച്ചി ഞാൻ വർഷയുടെ അടുത്ത് സംസാരിക്കണമെന്നുള്ള കാര്യം ദേവു ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട, സച്ചിയേട്ടനെ പോലെ തന്നെയാണ്, അവൾക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ അവൾ പറയുന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ സച്ചിയേട്ടനും അവളുമായിട്ട് നല്ല അടിയായിരിക്കുമല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ, അതിപ്പോൾ ഒരു സ്ഥിരമായിട്ടുണ്ട് ഇവിടെ. പക്ഷേ ഇന്നലെ വർഷ ചെയ്ത കാര്യം അറിഞ്ഞപ്പോൾ സച്ചിയേട്ടൻ അടിയുണ്ടാക്കുന്ന കരുതിയത്. പക്ഷെ സച്ചിയേട്ടൻ അടിയുണ്ടാക്കാനൊന്നും പോയില്ല. അതിനു പകരം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. എന്തായാലും മോളെ, നിനക്ക് വേണ്ടിയിട്ട് സച്ചി ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചതാണ് നീ സച്ചിയെ. നിനക്ക് നല്ല ജീവിതം ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു. എന്നാൽ സച്ചി നിന്നെ പൊന്നു പോലെ നോക്കുന്നുണ്ട്. എന്തായാലും ചേച്ചിയുടെ പേര് വെക്കായിരുന്നു കടയ്ക്ക് എന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചിയേട്ടൻ അത് ഇഷ്ടത്തോടു കൂടി വെച്ചതല്ലേ, അത് സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെ അമ്മയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോഴേക്ക് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ലക്ഷ്മിക്കും ദേവുവിനും ശരത്തിനുമായിട്ടുള്ള ഫുഡ് അവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് രേവതിക്കാണെന്നുണ്ടെങ്കിൽ പൂരി മസാല കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും നീ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാറല്ലേ, ഇന്ന് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് മേടിച്ചുകൊണ്ട് വന്നെന്ന് പറയണേ. അപ്പോഴേക്കും അവിടെ നിൽക്കുന്ന ഒരു ചേച്ചി പറയുന്നുണ്ട്, ആദ്യം തന്നെ ദൃഷ്ടിശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട് ആർക്ക് കടയ്ക്കാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല, സച്ചിക്ക് നിനക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു കട ഉണ്ടാക്കി തന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഭക്ഷണം വാങ്ങി തന്നു. എല്ലാവരുടെയും കണ്ണ് ദാ ഇവനായിരിക്കും പെട്ടിട്ടുണ്ടാവുക. തുടർന്ന് സച്ചി ഇങ്ങനെ ആ കടയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ദേവ് ചോദിക്കുന്നുണ്ട്, അല്ല സച്ചേട്ടൻ എന്താ കട നോക്കുന്നത്? അല്ല, പെട്ടെന്ന് ഞാൻ എടിപിടിന്ന് ഓരോന്ന് ചെയ്ത് കൂട്ടി. പക്ഷേ സ്വന്തമായിട്ടൊരു കട എന്നുള്ള കാര്യം പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷം ഉണ്ടാവുമല്ലേ. അങ്ങനെ സച്ചി പറയുന്നതും അതുപോലെ രേവതിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ഇതുപോലൊരു ഭർത്താവിനെ ആർക്കും കിട്ടില്ല. ഇതെല്ലാം രേവതിയുടെ അച്ഛൻ കാണുന്നുണ്ടായിരുന്നെങ്കിൽ അവർ ഒരുപാട് സന്തോഷപ്പെടുന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് രേവതി പൂ കെട്ടാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം ഓണർ പോയിട്ട് ഫുഡ് കഴിക്കുക, അത് കഴിഞ്ഞിട്ട് പൂ കെട്ടാന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ സച്ചി അകത്തേക്ക് കൊണ്ടുപോയിട്ട് ഭക്ഷണം കഴിപ്പിക്കുകയാണ്. തുടർന്ന് രാത്രി സച്ചിയും രേവതിയും കൂടിയിരുന്നിട്ട് ചെലവായ കണക്കും അതുപോലെ തന്നെ എത്ര പണം കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നാളെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള പൂവിനും ഉള്ള പൈസയും കൂടി മാറ്റി വെച്ചിട്ട് 600 രൂപ ലാഭം കിട്ടിയിട്ടുണ്ട് കേട്ടോ അവർക്ക്. അങ്ങനെ ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ ചന്ദ്രമതി അവിടെ നിൽക്കുന്നുണ്ട്. ചന്ദ്രമതി നിൽക്കുന്നത് കാണുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ലാഭമായി. എന്റെ ഭാര്യ ഒറ്റ ദിവസം കൊണ്ട് 600 രൂപ ലാഭം ഉണ്ടാക്കി. എന്തിനാ സച്ചിയുടെ ഇങ്ങനെ വിളിച്ചു പോകുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ ശരി തന്നെയാണ്, സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റിന്റെ കാര്യത്തെക്കുറിച്ച് ഇവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കൈയിട്ട് വാരാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും. തുടർന്ന് അങ്ങോട്ടേക്ക് രവിയും വരുന്നുണ്ട് കേട്ടോ. എന്താണ് കടയുടെ ചെലവുകളും വരവുകളൊക്കെ നോക്കുകയാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ വെച്ചാൽ ആദ്യ ദിവസം തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലാഭം വന്നു. രേവതിക്ക് നല്ല രാശിയുള്ള കുട്ടിയാണ്. അവൾക്കാണെന്നുണ്ടെങ്കിൽ മുൻ പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവളുടെ ഈ ഒരു കട നാളെ 100 കടകളായിട്ട് വരും എന്നുള്ള കാര്യം പറയുകയാണെ. അച്ഛൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, ഞാനും അതേ ഒരു പ്ലാനിലാണ് ഉള്ളത്. ഒരുപാട് ബ്രാഞ്ചുകൾ ഓപ്പൺ ആക്കണം. എന്തായാലും വെച്ചാൽ നല്ല പ്രോഫിറ്റാ വന്നത്, 600 രൂപ വന്നു. ഇത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോഴേക്കും രേവതിക്ക് സന്തോഷമായിട്ട് പറയുന്നുണ്ട്, അല്ല സച്ചേട്ടാ നമ്മൾ ഈ 600 രൂപ വെച്ചിട്ട് എന്താ ചെയ്യാന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതി 600 രൂപ വെച്ചിട്ട് നീ താജ്മഹൽ കെട്ടിക്കോ. ഇത് കേൾക്കുമ്പോൾ രവി ചോദിക്കുന്നുണ്ട്, എന്താ കളിയാക്കുകയാണോ? പിന്നെ അല്ലാതെ എന്തോ 600 കോടി രൂപ ലാഭം വന്ന പോലെയൊക്കെ പറയുന്നു. അച്ഛ, 1 രൂപ ലാഭം വന്നാലും അത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. എന്തായാലും രേവതി നീ ഈ പണം നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. നമുക്ക് ഇനി ഒരു കടയും കൂടെ ആരംഭിക്കണം. അതിന് 2-3 ജോലിക്കാരെ വെക്കണം. കല്യാണമാല അതുപോലെ തന്നെ വേറെ കുറെ മാലകളെയൊക്കെ പേര് പറഞ്ഞിട്ട് അതെല്ലാം അവരെ കൊണ്ട് സെയിൽ ചെയ്യിപ്പിക്കണം. അവരെ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട്. കാരണം എല്ലാ ജോലിയും നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. 600 രൂപ വെച്ചിട്ട് വലിയ വലിയ പദ്ധതികളാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യമായിട്ട് തുടങ്ങിയാലാണ് അത് വലിയ സംരംഭങ്ങളായിട്ട് മാറുക. അവരുടെ ഭാവിയെക്കുറിച്ച് കനവ് കാണുന്നതിൽ നിനക്ക് എന്താ പ്രശ്നം ചോദിക്കുകയാണ് രവി. സച്ചി, നിനക്ക് ഉറങ്ങാൻ സമയമായില്ലേ, പോയി കിടന്നുറങ്ങിക്കുമെന്ന് പറയുമ്പോൾ അതേ സച്ചിയുടെ നമുക്ക് വേഗം കിടന്നുറങ്ങണം. രാവിലെ 3:30 മണിക്ക് പൂക്കടയിലേക്ക് പോകണം, അമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ 3:30 ഞാൻ എണീക്കുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കട ഇട്ട് തന്നാൽ മാത്രം മതിയോ, പൂ മേടിച്ചിട്ട് വരണ്ടേ?
അതുകൊണ്ട് 3 മണിക്ക് ഞാൻ എണീപ്പിക്കാന്ന് പറയുമ്പോൾ നീയല്ലേ ഇപ്പൊ പറഞ്ഞത് 3:30 മണിന്ന്. 3:30 മണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ 3 മണിക്ക് എണീക്കണ്ടേ? ഇപ്പോ ഇന്ന് 600 രൂപ ലാഭം വന്നില്ലേ, അതുപോലെ എല്ലാ ദിവസവും വരണ്ടേ? ഇത് വലിയ കഷ്ടമായല്ലോ എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, രാവിലെ ഞാൻ എണീറ്റിട്ട് നിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് വന്ന് ഒക്കെ പൂ മേടിച്ച് വരുമ്പോഴേക്കും സമയം, അതിനേക്കാൾ നല്ലത് നീ വരുന്നതാണെന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാ വരുന്നത്, നീയല്ലേ കടയുടെ ഓണർ, നീ തന്നെ വാ, നമുക്ക് പോയിട്ട് വരാം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ സച്ചി ശരിയാവുന്നത്? പെട്ടെന്ന് പോയി കിടന്ന് ഉറങ്ങണ്ടേ, രാവിലെ നേരത്തെ എണീക്കണമെന്നുണ്ടെങ്കിൽ. അതെ അച്ഛാ, ശരിക്കും ഉറങ്ങണം, രാവിലെ ഒരുപാട് പണിയുണ്ട്. ആദ്യ ദിവസം തന്നെ 600 രൂപ കിട്ടിയ ആ ലാഭത്തെക്കുറിച്ച് ആലോചിച്ച് സന്തോഷിച്ചിട്ട് ഉറക്കത്തെക്കുറിച്ച് അങ്ങ് മറന്നു. അത് ചന്ദ്രമതിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നിങ്ങൾ എന്തിനാ സച്ചിയേട്ടൻ അത് തന്നെ വീണ്ടും പറയുന്നത്? സച്ചിയേട്ടൻ കാർ ഓടിച്ചിട്ട് ഒരു ദിവസം 600 രൂപ സമ്പാദിച്ചിട്ടില്ലേ? അതൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ പുതിയതായിട്ട് ഒരു ജോലി തുടങ്ങുന്ന സമയത്ത് അതിൽ 600 രൂപ ലാഭം കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കറക്റ്റ് അല്ലേ അച്ഛൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ കറക്റ്റ് തന്നെയാണ്. സത്യസന്ധതയോട് കൂടിയിട്ട് അധ്വാനിച്ച് അതിൽ 1 രൂപ ലാഭം വന്നു കഴിഞ്ഞാലും അത് കോടി രൂപയ്ക്ക് തുല്യമാണ്. അച്ഛൻ കറക്റ്റായിട്ട് പറഞ്ഞു. ഇത് എല്ലാവരുടെ ചെവിയിലും വീഴട്ടെ. ഇവിടെ നിന്ന് 100 പേര് നിൽക്കുന്നുണ്ടോ, ഇവൻ എന്നെയാണ് ഉദ്ദേശിച്ചെന്നുള്ള കാര്യം ചന്ദ്രമതി രവിയുടെ അടുത്ത് പറയുമ്പോൾ ഞാൻ നേരിട്ട് തന്നെയാണല്ലോ പറഞ്ഞത്, ഇതിന് ചോദ്യം വരെ ചോദിക്കുന്നത് കേട്ടില്ലേ? നിങ്ങൾ രണ്ടുപേരും ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കുക എന്നുള്ള കാര്യം രവി പറയുന്ന സമയത്ത് അതെ രാവിലെ നേരത്തെ പോണം, നിനക്ക് ഒരു ദിവസം 2000 രൂപ മാസക്കൂലി പോലെ തന്നില്ലേ, അങ്ങനെയുള്ള ഈ വീട്ടിലേക്ക് നമ്മൾ ഒരു ദിവസം അധ്വാനിച്ച് 2000 രൂപ കൊടുക്കണം. വാ രേവതി നമുക്ക് കിടക്കാം എന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടിയിട്ട് സച്ചി പോവാണ് കേട്ടോ. അവിടുന്ന് ചന്ദ്രമയ്ക്ക് നല്ലൊരു പണിയും കൊടുത്തിട്ടാണ് പോകുന്നത്. റൂമിൽ പോയിട്ടും രേവതി പൂ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഇത് നാളെ രാവിലെ കെട്ടിയാൽ പോരെ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ അത് പറ്റില്ല, രാവിലെ ഒരു വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ട്, അവിടേക്ക് പൂ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ഉണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ രേവതി ഞാൻ കെട്ടി സഹായിക്കട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ത് കെട്ടി സഹായിക്കുന്നതാണ്, പൂ എന്ന് സച്ചി പറയണേ. വേണ്ട, അതെല്ലാം പിച്ചി പൂ മൊത്തം കളയാൻ വേണ്ടിയിട്ടാണോ? എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. ഞാൻ എന്ത് ചെയ്യാനാ, നീ തന്നെ ചെയ്തോ. എന്നാല് എന്തായാലും രേവതി, നമ്മള് ഫസ്റ്റ് ദിവസം തുടങ്ങിയപ്പോൾ തന്നെ നല്ല കച്ചവടം കിട്ടിയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ശരി തന്നെയാണ്. ഇവിടെ അടുത്തൊന്നും പൂക്കടകളൊന്നും ഇല്ലല്ലോ, വേണമെങ്കിൽ മാർക്കറ്റിൽ പോകണം. ദൂരമാണെന്നുണ്ടെങ്കിൽ ആരും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങുമൊന്നുമില്ലല്ലോ. ഈ ഏരിയയിൽ നമ്മളാണ് ആദ്യം പൂക്കച്ചവടം തുടങ്ങിയെന്നുള്ള കാര്യം പറയണേ. ശരിയാണല്ലോ, ഈ ഏരിയയിലാണ് ഞാൻ ചെറുപ്പം മുതലേ ജീവിക്കുന്നത്, കാർ ഓടിക്കുന്നതും ഈ ഏരിയയിൽ തന്നെയാണ്. ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും നമ്മൾ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണല്ലേ കടയിട്ടത്, അതുകൊണ്ടാണ് നമുക്ക് നല്ല ലാഭം കിട്ടിയത്. വ്യാപാരം വന്നല്ലോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീ ഉടനെ തന്നെ ഒരു തൊഴിലധിപനായിട്ട് മാറും എന്നൊക്കെ പറയണേ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ടേ. തുടർന്ന് സച്ചിയെ തന്നെ ഇങ്ങനെ രേവതി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട് എന്താ നോക്കുന്നത് എന്നുള്ള കാര്യം. ഇന്നലെ നൈറ്റില് ഞാൻ ഇതേ നേരത്തെ ഏത് അവസ്ഥയിലായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. എപ്പോഴും എന്റെ കൂടെയുള്ള വിശ്വാസം ഇന്നലെ നൈറ്റിൽ എവിടേക്കോ പോയി. ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണെന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചു. എൻ്റെ ജീവിതം എന്താകും, എൻ്റെ ഭാവി എന്താകും, ഞാൻ ജീവിതാവസാനം വരെ ആ കിച്ചൻ്റെ ഉള്ളിലിരുന്നിട്ട് എൻ്റെ ജീവിതം അവസാനിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. എനിക്ക് വേണ്ടിയിട്ട് ഒന്നും സ്വപ്നം കാണാറില്ല, എനിക്ക് അതിനുള്ള കഴിവുമില്ല. ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിരുന്നു. എന്നാൽ 24 മണിക്കൂർ കൊണ്ട് അതെല്ലാം മാറി മറിഞ്ഞു. ഓഹോ, എങ്ങനെ മാറി എന്നുള്ള കാര്യം സച്ചി വയ്ക്കുമ്പോൾ ഇപ്പൊ ഞാൻ തന്നെ അറിയാതെ എൻ്റെ ഉള്ളിലൊരു കോൺഫിഡൻസ് വന്നു. എന്നെ കൊണ്ടും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളൊരു വിശ്വാസം വന്നു. ഇതിനെല്ലാം കാരണം സച്ചേട്ടനാന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. ഇന്നലെ രാത്രി ഒരുപാട് നീ സങ്കടപ്പെട്ടില്ലേ, ഇപ്പൊ അതെല്ലാം ശരിയായില്ലേ, പിന്നെ നീ എന്തിനാ വീണ്ടും കരയുന്നത്? എനിക്ക് സന്തോഷമുണ്ട് സച്ചിയേട്ടാ, അതുകൊണ്ടാണ് കരച്ചിൽ വരുന്നത്. ഇത് കേൾക്കുമ്പോൾ സച്ചി കണ്ണൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനും അവൾക്കൊരു കരച്ചിലുണ്ട്. എന്തായാലും നീ മൊത്തമായിട്ട് ഇപ്പൊ സന്തോഷിക്കരുത്, കുറച്ച് ബാക്കി വെക്കണം. ഇനി പടിപടികളായിട്ട് നമുക്ക് കടയെല്ലാം നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണം. ഞാൻ ഒരുപാട് ഐഡിയ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഏരിയ മാതിരി തന്നെ മറ്റ് ഏരിയകളിലും നമുക്ക് ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യണം. ഞാൻ ഒരുപാട് ഓഫേഴ്സ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് ഓഫറാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരു പൂ വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ, അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ്. സച്ചിയുടെ ഓഫർ കേൾക്കുന്ന സമയത്ത് രേവതി വയ്ക്കുന്നുണ്ട്, ഈ ഓഫറൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും പൂ മേടിക്കാൻ വരുമോ എന്നുള്ള കാര്യം. ഓഫർ എന്തുണ്ടെന്ന് കേട്ടാൽ മതി, എന്താ ഓഫർ എന്നൊന്നും ആരും ചിന്തിക്കത്തൊന്നുമില്ല. അവർ പൂ വാങ്ങാൻ വേണ്ടി വരും. അതാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ. ഞാൻ ഒരുപാട് പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഒരു നോട്ടീസ് അടിച്ചിട്ട് അതിനകത്ത് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് ഞാൻ നാട് മുഴുവനും കൊടുക്കും. ഒറ്റ വർഷത്തിനുള്ളിൽ നിന്റെ പൂക്കട ഒരു പൂക്കടലായിട്ട് മാറും. എന്തായാലും ഒരു കാര്യം ശ്രദ്ധിക്കണം, നീ 2-3 ആൾക്കാരെ ജോലിക്ക് വെച്ചിട്ട് നീ പെട്ടെന്ന് തന്നെ മുതലാളിയായിക്കോ. മുതലാളിയായെന്ന് കരുതിയിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി പറ്റുമോ? അങ്ങനെയാകുമ്പോൾ ജോലി നടക്കുമോ? മുതലാളിയാണെന്നുണ്ടെങ്കിലും നമ്മൾ നന്നായിട്ട് ജോലി ചെയ്യണം, അപ്പോഴേ നമുക്ക് ജോലിയിൽ നല്ല മികവുണ്ടാവുള്ളൂ. നീ ആള് കൊള്ളാലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ സച്ചി, എന്തായാലും നീ വലിയ നിലയിൽ ജയിക്കുമെന്നുള്ളൊരു വിശ്വാസം നിനക്കുണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ ഈ ജോലി തന്നെയല്ലേ സ്ഥിരമായിട്ട് ചെയ്യുന്നത്, ഇതിൽ എനിക്ക് ജയിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ട്. രേവതിയുടെ സംസാരം കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നിന്റെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ നീ ഭാവിയിൽ വലിയൊരു ബിസിനസ്മാൻ ആവുന്നുള്ള കാര്യമാണല്ലോ തോന്നുന്നത്.
നന്നായിട്ട് കലക്കുന്നുണ്ട് രേവതി നീ. സച്ചേട്ടൻ എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി, എനിക്ക് എല്ലാം വെട്ടിപ്പിടിക്കാൻ വേണ്ടി പറ്റൂ എന്നൊരു തോന്നലുണ്ട്. എന്തോ എനിക്ക് ചെയ്യാൻ വേണ്ടി തോന്നിയത് ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ. ഞാൻ സാധാരണ ഒരു ഡ്രൈവറാണെന്നുള്ള കാര്യം പറയണേ സച്ചി, ബാക്കിയെല്ലാം എന്റെ കയ്യിലല്ലല്ലോ. അങ്ങനെയൊന്നും അല്ല സച്ചിയേട്ടാ, അവിടുന്ന് ചേച്ചിമാര് പറഞ്ഞത് കേട്ടില്ലേ, സച്ചിയേട്ടനെ പോലത്തെ ഒരു ഹസ്ബൻഡിനെ ആർക്കും കിട്ടില്ല എന്നുള്ള കാര്യം. ഞാൻ ഭാഗ്യവതിയാണ്. ഓഹോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ നീ? എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇപ്പോഴല്ലേ എനിക്ക് സച്ചിയേട്ടന്റെ വില മനസ്സിലായത്. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ, സന്തോഷം. എന്തായാലും രാവിലെ നേരത്തെ എണീക്കണ്ടേ, എല്ലാം എടുത്ത് വെച്ചിട്ട് ഉറങ്ങാൻ നോക്ക്. എനിക്ക് കുറച്ച് പൂ കെട്ടാനുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ ഇപ്പൊ കെട്ടണോ രാവിലെ കെട്ടിയാൽ പോരെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രാവിലെ ആര് കെട്ടിത്തരാനാണ്, ഞാൻ തന്നെ കെട്ടണ്ടേ? പിന്നെ ഞാൻ കെട്ടിത്തരാന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കുമോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. എന്തായാലും നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി കബഡിനകത്ത് നിന്നൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും പുറകെ ചെന്നിട്ട് വട്ടം പിടിക്കാനോട്ടെ രേവതി എനിക്ക് നാണം വരുന്നുണ്ട് എന്നുള്ള കാര്യം പറയണേ. അതെന്തിനാ സച്ചിയുടെ നാണിക്കുന്നത്? ഒന്നുമില്ല, നീ ഇപ്പൊ മുതലാളിയായല്ലോ അതുകൊണ്ടാണ്. മുതലാളിയായെങ്കിലും ഞാൻ എപ്പോഴും സച്ചിയുടെ ഭാര്യ തന്നെയാണ്, ബാക്കിയെല്ലാം പിന്നീടാണ്. ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് രേവതിയെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. തുടർന്ന് പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്, നമ്മള് പൂക്കടയൊക്കെ ആരംഭിച്ചല്ലോ, അതിൽ നന്നായിട്ട് സമ്പാദിച്ചിട്ട് നമുക്ക് വേറൊരു കാറ് സ്വന്തമായിട്ട് വാങ്ങണം എന്നുള്ള കാര്യം പറയുമ്പോൾ ഇത് സ്വന്തം കാറ് തന്നെയാണ് രേവതി എന്നുള്ള കാര്യം പറയണേ. ഇത് കൂടാതെ ഒരു കാറും കൂടി വേണമെന്ന് പറയണേ. ഓഹോ, അങ്ങനെയാണെങ്കിൽ നീ ഹെലികോപ്റ്റർ വാങ്ങണം എന്നുള്ള കാര്യം പറയല്ലോ. എന്താ പൂ വിറ്റിട്ട് നമുക്ക് ഹെലികോപ്റ്റർ മേടിച്ചൂടെ എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ട്. ആ മേടിക്കാം, പണ്ട് ഞങ്ങളുടെ വീടിന്റെ മേലെ ഹെലികോപ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ആണോ? അതെ, പ്രളയം വന്ന സമയത്ത് ഫുഡും വെള്ളമൊക്കെ കൊണ്ടുവന്നത് ഹെലികോപ്റ്ററിലല്ലായിരുന്നോ? ഒന്ന് പോ സച്ചേട്ട, വെറുതെ കളിയാക്കാതെ. തുടർന്ന് പൂക്കടയിലെത്തിയിട്ട് പൂവൊക്കെ മേടിക്കുകയാണ്. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി ചായ കുടിക്കുന്നുണ്ട്. പൂവൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ കഴിച്ചു, വീട്ടിലുള്ളവരും കൂടി കഴിക്കണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അതിനെ അമ്മയുണ്ടല്ലോ, അമ്മ വേണമെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കട്ടെ, ഒരു ദിവസം ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നും വരാൻ വേണ്ടി പോകുന്നില്ല. ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും അമ്മ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവർക്കും ഭക്ഷണം മേടിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ എന്തിനാന്ന് ചോദിക്കുകയാണേ. എല്ലാവരും പണിക്ക് പോകാനുള്ള ആൾക്കാരല്ലേ, മേടിച്ചിട്ട് പോകാമെന്ന് പറയണേ. ആദ്യം നീ എന്തായാലും കഴിക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് മേടിച്ചിട്ട് പോവാം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ തിരികെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എന്നുള്ള കാര്യം. എന്താ നന്നായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അല്ല, പണ്ട് എല്ലാ ദിവസവും ഞാൻ എണീക്കുന്ന സമയത്ത് എന്താ ഉണ്ടാക്കണം, എന്ത് ചെയ്യണം, വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ എത്ര പൂ മേടിക്കണം, എത്ര മാല ഉണ്ടാക്കണം, എങ്ങനെ കടൽ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് പറയുമ്പോൾ അതെ, ഞാനും ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം സച്ചിയും പറയണ്ടേ. ഇനി നമ്മുടെ ചിന്ത മൊത്തം അതിനെക്കുറിച്ച് മാത്രമായിരിക്കണം. അത് കഴിഞ്ഞ് വീട്ടിലാണെന്നുണ്ടെങ്കിൽ രാവിലെ ചന്ദ്രമതി എണീറ്റിട്ട് വിളിച്ചു പോവാണ് കേട്ടോ അടുക്കളയിലേക്ക്. ഒരു കോഫി കിട്ടിയില്ലല്ലോ, എവിടെ, എത്ര നേരമായി ഞാൻ വായിട്ട് ഇവിടെ നിന്ന് അലയ്ക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രവി വരുന്നുണ്ട്. നീ എന്തിനാ ഇവിടെ കിടന്നിട്ട് ഒച്ച എടുക്കുന്നത്? ഒരു കോഫി എടുത്ത് വരാൻ വേണ്ടിയിട്ട് എത്ര നേരമാണ്? ഞാനിവിടെ കഴുതയെ പോലെ കൂയിക്കൊണ്ടിരിക്കുകയാണ്, അവളവിടെ എന്താ ചെയ്യുന്നതെന്ന് പോയി നോക്കിയേ. നീ കുതിരയെ പോലെ ഒച്ചയുണ്ടാക്കിയിട്ടും കാര്യമില്ല, ഒരു ബദലും വരാൻ വേണ്ടി പോകുന്നില്ല. ഓ അത്രയ്ക്ക് അഹങ്കാരമായി അവൾക്ക് അഹങ്കാരമല്ല, അവളിപ്പോ ബിസിയാണ്. നീയേ പണ്ടത്തെ പോലെ ഒന്നും വിചാരിക്കണ്ട. രേവതി ഒരു തൊഴിലധിപയായി. സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് 4 മണിക്ക് തന്നെ പൂ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. തിരികെ വന്നിട്ട് അവര് ജോലി ആരംഭിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നീ തന്നെ പോയിട്ട് ചായ ഉണ്ടാക്കി കുടിച്ചോ. ഞാൻ കോഫി ഉണ്ടാക്കി കുടിക്കണോ എന്നുള്ള കാര്യം ഒന്ന് ചോദിക്കുമ്പോൾ കാപ്പി ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നിന്റെ മുഖത്ത് എന്താ കഷായം കുടിച്ചതുപോലെ, എന്താ നിനക്ക് കോഫി ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ മുമ്പ് ചെയ്തതാണ്, ഇപ്പൊ കാപ്പിപ്പൊടിയും ചക്കരയൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. എന്താ അവള് ബാങ്ക് ലോക്കറിൽ വെച്ചിട്ടാണോ പോയത്? എല്ലാം അടുക്കളയിൽ തന്നെയല്ലേ ഉണ്ടാവുക? ഇത്രയും നാള് ഈ വീട്ടിൽ ജീവിച്ചിട്ടും അതൊന്നും എവിടെയെന്ന് നിനക്ക് അറിയില്ലേ? അവളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും, എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ഓ അതാണോ പ്രശ്നം? ഇവിടെ എന്തൊക്കെ എടുത്ത് വെക്കണം, എവിടെയൊക്കെ വെക്കണം എന്നുള്ള കാര്യം നീയല്ലേ തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്? നീ എന്തിനെ കുറിച്ചാണോ പറഞ്ഞത് അതിനെ കുറിച്ച് തന്നെ ഞാനും തിരിച്ചു പറഞ്ഞത്. ഉള്ളിൽ പോയിട്ട് സ്വന്തമായിട്ട് കാപ്പി ഉണ്ടാക്കി കുടിച്ചോ. അങ്ങനെ ചന്ദ്രമതി കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് ചെല്ലുകയാണ് കേട്ടോ. ഇവളുടെ ഇഷ്ടത്തിന് ജോലിയൊക്കെ വിട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ വീട്ടിലെ ജോലിയൊക്കെ പിന്നെ ആര് ചെയ്യും? അധികം വൈകാതെ ഇവൾ എന്നെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്ന മട്ടുണ്ടല്ലോ. എന്തായാലും രേവതി കടയ്ക്ക് മുതലാളി ആയതുകൊണ്ട് ഇനി ഒരു പക്ഷേ ചന്ദ്രമതിയെ ജോലിക്കാരിയാക്കേണ്ട അവസ്ഥയാണ് വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്